നിയമസഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിനുള്ളില് മുഖ്യമന്ത്രി പദത്തെച്ചൊല്ലി ഉയരുന്ന ചർച്ചകളെ രൂക്ഷമായ പരിഹാസത്തോടെ നേരിട്ട് മുൻ മന്ത്രിയും സിപിഐഎം നേതാവുമായ എം മണി. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം തന്റെ സഹജമായ ശൈലിയില് കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. മുഖ്യമന്ത്രി പദത്തിനായി കോൺഗ്രസില് നിരവധി പേര് അവകാശവാദമുന്നയിക്കുന്ന സാഹചര്യത്തില് യുഡിഎഫിന്റെ മുഖ്യമന്ത്രി കസേര മാറ്റി പകരം ഒരു ബെഞ്ച് ഇടുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നാണ് മണി പരിഹസിച്ചത്. കൂടുതൽ പേർക്ക് ഒരേസമയം ഇരിക്കാനുവേണ്ടിയാണിത് എന്ന സൂചനയോടെ ഒരു ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അധികാരം കിട്ടില്ലെന്ന് മാത്രമല്ല, പ്രതിപക്ഷ സ്ഥാനവും ലീഗ് കൊണ്ടുപോകുമെന്ന് മണിയാശാന്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിനുള്ളില് മുഖ്യമന്ത്രി പദത്തെച്ചൊല്ലി ഉയരുന്ന ചർച്ചകളെ രൂക്ഷമായ പരിഹാസത്തോടെ നേരിട്ട് മുൻ മന്ത്രിയും സിപിഐഎം നേതാവുമായ എം മണി. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം തന്റെ സഹജമായ ശൈലിയില് കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. കസേരയല്ല, ബെഞ്ച് വേണം. മുഖ്യമന്ത്രി പദത്തിനായി കോൺഗ്രസില് നിരവധി പേര് അവകാശവാദമുന്നയിക്കുന്ന സാഹചര്യത്തില് യുഡിഎഫിന്റെ മുഖ്യമന്ത്രി കസേര മാറ്റി പകരം ഒരു ബെഞ്ച് ഇടുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നാണ് മണി പരിഹസിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കൂടുതൽ പേർക്ക് ഒരേസമയം ഇരിക്കാനുവേണ്ടിയാണിത് എന്ന സൂചനയോടെ ഒരു ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ സ്ഥാനവും പോകും. മെയ് 4 വരെ യുഡിഎഫില് കലഹം ഒഴിവാക്കാന് ധാരണയുണ്ടെന്ന വാർത്തകളെയും അദ്ദേഹം പരിഹസിച്ചു. മെയ് 4 ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും മുസ്ലിം ലീഗ് കൊണ്ടുപോകാതെ നോക്കണമെന്നും അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെ ഉപദേശിച്ചു. യുഡിഎഫിന് അധികാരം ലഭിക്കില്ലെന്ന് പരോക്ഷമായി പറഞ്ഞുവെക്കുന്ന മണി, കിട്ടാത്ത കസേരയ്ക്കുവേണ്ടിയാണ് ഈ തല്ലുമാലയെന്നും കുറ്റപ്പെടുത്തുന്നു.